ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ക്ഷീണത്തിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും അടുത്ത് തന്നെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തുനിന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്യണോ, വീട്ടിൽ നിന്ന് തന്നെ നോമ്പ് തുറക്കണം. അപ്പോൾ ഒരു ദിവസം ഒരു ചേഞ്ച് ആവാം കുട്ടികൾക്കും ഒക്കെ പുറത്തുനിന്ന് ഒന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അങ്ങനെ നമുക്ക് അവിടെ നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ചെല്ലണത് വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ഞങ്ങൾ ഒരുമിച്ച് നോമ്പ് തുറന്നിട്ട് അങ്ങനെ വീട്ടിൽ പോവുക ചെയ്ത്. അപ്പോൾ ഇതെവിടെ വെച്ചാൽ ചാവക്കാടാണ് കേട്ടോ. ചാവക്കാട് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോമ്പിന് വെച്ചാൽ ഒരുപാട് വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ. ഇത് പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ പുറത്തുനിന്ന് നോമ്പ് തുറന്നിട്ട് പോകണമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞ് നോമ്പ് തുറ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് മുന്നേ സ്കൂളിൻ്റെ ലീവ് കിട്ടിയപ്പോൾ ആ ദിവസം വരെ ഞാനിവിടെ കാത്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ 2 ദിവസം കിട്ടിയത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് നേരത്തെ കാലത്ത് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാണ്ട് പോണത് കേട്ടോ. അപ്പോൾ നോമ്പ് തുറ അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഉമ്മ ഒറ്റക്കാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ അത് ഉമ്മക്ക് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇത് പുറത്തുനിന്ന് നോമ്പ് തുറക്കാറുള്ള ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ അതും 2-3 കാര്യങ്ങളും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഫുൾ നോമ്പ് തുറയുടെ ഫാമിലി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെയല്ല, 2-3 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തുമ്പോൾ ഒരു 6:20 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സമയം മുന്നൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായൊരു വരവായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങളോ അങ്ങനെ ഒന്നും നോമ്പ് തുറക്കാനായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് വെള്ളം, ജ്യൂസ്, സ്നാക്സ് അങ്ങനെ കയ്യിലെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ഞങ്ങൾ നോമ്പ് തുറന്ന ഫുഡ് കണ്ടിട്ട് നിങ്ങൾ ഇതാണോ എന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഒരുപാട് സാധനങ്ങളോ ഫ്രൂട്ട്സൊന്നും എടുത്തിട്ടില്ല. ഫ്രൂട്ട്സൊന്നും അങ്ങനെ മക്കൾ കഴിക്കില്ല കേട്ടോ. ഞാനും അങ്ങനെ കഴിക്കില്ല. ഇക്കണെന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കുക. പക്ഷേ ഞാനും മക്കളൊന്നും അധികം ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല. എന്തെങ്കിലും ഒരു പീസൊക്കെ കഴിക്കുക എന്നല്ലാതെ, ആപ്പിളൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം കഴിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ നമ്മൾ ചെത്തി കൊടുത്തിട്ട് എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. ഈ ഒരു വെള്ളം, ജ്യൂസ്, പിന്നെ നമ്മുടെ സാധാ വെള്ളം, ഈത്തപ്പഴം, പിന്നെ സ്നാക്സ് അത്ര തന്നെ കൊടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫുഡ് നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ. നല്ല ലേറ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവും വിചാരിക്കണം. പിന്നെ അതുമാത്രമല്ല, ഈ നോമ്പ് തുറയുടെ ആ സമയത്ത് ഫ്രൂട്ട്സ് അധികം കഴിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കണമൊക്കെ ഒരു സമയം ഉണ്ടാവില്ല. അപ്പോഴൊക്കെയാണ് ഫ്രൂട്ട്സൊക്കെ 1-2 പീസൊക്കെ വെറുതെ നടന്ന് കഴിക്കുക എന്നല്ലാതെ ഈ സമയത്തൊന്നും അധികം കഴിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തൊരു നോമ്പ് തുറയണത്, സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇതൊരു പ്രത്യേക വൈബാണ്. നമ്മളിങ്ങനെ പുറത്തിരുന്നിട്ടൊക്കെ നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെ ഒരു വൈബാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു പട്ടി ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അവർക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിന്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ പിന്നാലെ കൂടിയേക്കാണ് പട്ടി കേട്ടോ. അപ്പോൾ ഇക്ക നിസ്കരിക്കാനൊക്കെ പോയി. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കേണ്ടത് ആ കാണുന്ന ഊഞ്ഞാലിൽ അവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഫാമിലി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം നേരം ഒന്നും അവിടെ ഇരുന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ചാവക്കാട് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ. മറ്റേ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ കുറേ ആൾക്കാരും തിരക്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് മണത്തലയിലാണ് കേട്ടോ. ചാവക്കാട് ഏരിയയിലുള്ളവർക്ക് മനസ്സിലാവും. TNT എന്ന് പറയുന്നൊരു ഷവായുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ അതാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഞങ്ങൾക്ക് അങ്ങനെ ഷവായൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്കും കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല.
പക്ഷേ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള മസാല ഷവായി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കാൻ അധികം അങ്ങോട്ട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി അടിപൊളി ഷവായി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒന്നും കൂടെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, വീട്ടിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇത് കഴിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. ഉള്ളൂ എന്നല്ല, എന്നാലും ഇതും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടാവില്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത്. സ്നാക്സും കാര്യങ്ങളൊന്നും അധികം ഇല്ലാതൊക്കെ നോമ്പ് തുറക്കുന്ന എത്ര ആളുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാഷാ അള്ളാ ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നല്ല നോമ്പ് തുറ തന്നെയാണ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ കാണിക്കാനാണോ എന്നൊന്നും വിചാരിക്കേണ്ട ആരും. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പൊന്നാനി ഹൈവേ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അവിടെ ഹൈവേ റോഡിൻ്റെ ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആകെ എന്താ പറയുക, ഒന്നും മനസ്സിലാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോകുമ്പോൾ പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ ആ കണ്ട സ്ഥലങ്ങളും സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. ആകെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാനൊക്കെ ഒരു പ്രാവശ്യം പോയിട്ട് ബസ്സിൽ പോയിട്ട് ആകെ പെട്ടിട്ടുണ്ട്. നടു റോഡിൽ ഇറങ്ങിയിട്ട് പിന്നെ ഒരു അപ്പുറത്തേക്ക് 1 കിലോമീറ്റർ നടന്നിട്ടാണ് റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയത്. അത്രയും ഒരുപാട് എന്താ പറയുക മാറ്റങ്ങളാണ് കേട്ടോ. പിന്നെ ഈ മണലൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മളിതാ ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെയൊക്കെയാണ് പോക്കറ്റ് റോഡിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്, ഇടയ്ക്കടിയിൽ പഞ്ചവടിയിലൊരു മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഒരു അക്വേറിയം വന്നിട്ടുണ്ടല്ലോ, പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബീച്ചിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ നമ്മുടെ എന്താ പറയുക റോഡ് പണിയുടെ ഒക്കെ ആ ഒരു സൈഡിൽ കൂടെ മണലിൽ കൂടെ ഒക്കെ പോയിട്ടാണ് നമ്മൾ ആ റോഡിലേക്ക് കയറുന്നത്. അപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. 9:30-9 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ബോർഡ് കണ്ടോ, മറൈൻ വേൾഡിലേക്ക് പോണ ഒരു റോഡാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മറൈൻ വേൾഡിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇറങ്ങിയ ആ ഒരു സമയത്ത്, ഓപ്പണായ ഒരു സമയത്ത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനങ്ങനെ പോവാറുമില്ല കേട്ടോ. അടുത്താണെങ്കിലും അങ്ങനെ പോവാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മറൈൻ വേൾഡിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ. അതാ നേരെ നോക്കുമ്പോൾ ഒരു ഗേറ്റ് കാണുന്നുണ്ടല്ലോ മേലെ ആർച്ച്, ആ ഒരു സൈഡിൽ കൂടെയാണ്, അതിൽ കൂടെയാണ് നമ്മൾ മറൈൻ വേൾഡിലേക്ക് പോവുക. ഞാൻ ലെഫ്റ്റിലേക്കാണ് കേട്ടോ തിരിയണത്. ലെഫ്റ്റിലേക്ക് പോയിട്ട് 4ാമത്തെ വീടാണ് എൻ്റെ വീട്. എൻ്റെ ശബ്ദമൊക്കെ ഇതായിക്കാണ് കേട്ടോ. നോമ്പൊക്കെ ആയിട്ട് നമ്മൾ തണുത്ത വെള്ളം ജ്യൂസൊക്കെ കുടിച്ചിട്ട് ശബ്ദമൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, എന്നാലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ വീട് ഇതാ ഇരുഭാഗത്താണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളതാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഇക്ക പോയിട്ടാണ് ഇക്കയുടെ വീട്ടിലേക്ക്. ഞാൻ പിന്നെ അവിടെ നിന്ന് 2 ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. അത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയുള്ള കല്യാണം കഴിഞ്ഞിട്ട് പോയവർക്ക് മനസ്സിലാവും എന്താണ് പറയണതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഒരു ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, പുറത്തൊരു അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് കുക്ക് ചെയ്യാമെന്നുള്ളൊരു പൂതിയിട്ടാണ്, ഒരാഗ്രഹം എനിക്ക്. അപ്പം ഞാൻ കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഇക്കാനോടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള. എല്ലാ ദിവസവും അല്ല, ഇങ്ങനെ ഫ്രീ ആവുന്ന സമയത്തൊക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ ആ ഒരു തണലത്തൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുക, അതൊക്കെ ഒരു വൈബല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്നും ഈ ഗ്യാസുമ്മൽ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. അപ്പോൾ വിറകടുപ്പിൽ ചെയ്യും, പക്ഷെ അത് പുകയില്ലാത്ത വിറകടുപ്പിൽ ചെയ്യണത് അതും ഈ പുറത്ത് വെച്ചിട്ട് ചെയ്യണതും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോയാൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഊഞ്ഞാലിട്ടിട്ട് ആടുക, അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. കുട്ടികൾ, ഞാൻ വീട്ടിൽ പോയാൽ പിന്നെ കുട്ടികളുടെ കൂടി കുട്ടികൾ എൻ്റെ കൂടെ തന്നെ ഓരോന്നിനും സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടോ മക്കൾ. അപ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെ കല്ല് തപ്പിയിട്ട് 3 കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ സെറ്റാക്കി ഞാനും കുട്ടികളും കൂടിയിട്ട്, എന്നിട്ട് ഞങ്ങൾ മേലേക്ക് വിറകെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മ വീട്ടിലൊറ്റക്കാണ്, പിന്നെ ഉപ്പയും അനിയനും മാത്രമാണുള്ളത്. അപ്പോൾ ഉമ്മ ഒറ്റയ്ക്ക്, അവർ മാത്രം
ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഗ്യാസുമ്മൽ കുക്കറിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എന്നല്ലാണ്ട് വിറകടുപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ വിറകൊന്നും എടുത്തതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മേലെ പോയിട്ട് ഞാനും മക്കളും കൂടിയിട്ടൊക്കെ താഴത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ താഴത്തേക്ക് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ അടുപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് കട്ട സപ്പോർട്ടായിട്ട് കുട്ടികളുണ്ട് കേട്ടോ കൂടെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം എന്നൊക്കെ പറയണത്. അപ്പോൾ വീട്ടിൽ പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരികിട കാണിച്ച് നടക്കൽ തന്നെ പണി. അങ്ങനെ വിറകൊക്കെ എടുത്ത് താഴത്തേക്ക് ഇട്ടു. അതിനുശേഷം ഞാനും മക്കളും കൂടി ഇറങ്ങി താഴത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം മോളാണ് വീഡിയോ എടുക്കണത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ വലിയ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, ചോറ് പത്തിരി അങ്ങനെയുള്ളതൊക്കെ പുറത്ത് ചെയ്യുക. പിന്നെ കറി അങ്ങനെയുള്ളതൊക്കെ ഗ്യാസുമ്മൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഗ്യാസുമ്മൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് പുറത്ത് ഇതുപോലെ പത്തിരി ചൂടാൻ വിചാരിച്ചിട്ട് ഉമ്മ പരത്തി തന്നതാണ്. ഞാനും മക്കളും കൂടിയിട്ട് പത്തിരി ചൂടാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുണ്ടല്ലോ പത്തിരി ഉണ്ടാക്കുന്ന ചട്ടി, ഇതൊന്നും യൂസ് ചെയ്യാത്ത സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മേലെ നിന്ന് കഴുകിയെടുത്ത് ഇവിടെ കൊടുന്ന് വെച്ച് ഞങ്ങളിതിൽ ചെയ്യണം. അപ്പോൾ മക്കൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് കത്തിക്കണതോ കാര്യങ്ങളോ ഒന്നും ഇവർ കണ്ടിട്ടില്ല. ഇവർ ഗ്യാസുമ്മൽ ഇതൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ ഇവർക്കിത് ഭയങ്കര ഒരു വൈബായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2 പേരും മുന്നിലിരുന്നിട്ട് സപ്പോർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ ചെയ്യണതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഓരോന്ന് വെച്ച് തരാനോ ഓല വെക്കാനോ അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പത്തിരി ചുട്ടു കേട്ടോ. പത്തിരി പുറത്തൊക്കെ ചുട്ടുമ്പോൾ ഒരു എന്താ പറയുക, പുറത്ത് ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഒരു ഭയങ്കര വൈബാട്ടോ. എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസത്തിനൊക്കെയാണ് വീട്ടിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല കേട്ടോ. അത് 2-3 ദിവസങ്ങളിലൊക്കെ നിൽക്കാൻ വരുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഓരോ തരികിട പണികളൊക്കെ ചെയ്യുക കേട്ടോ. അല്ലാത്തപ്പോൾ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. രാത്രി വന്ന് രാവിലെ പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങളിതാ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി നമ്മൾ ഗ്യാസുമ്മലൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു പാനാണല്ലോ വെക്കുക. എന്നിട്ട് അതിൽ 2-3 ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുക. പക്ഷേ ഈ ഇങ്ങനത്തെ കല്ലൊക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ 4-5 ഒക്കെ ഇട്ടിട്ട് ചൂടാട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തിരുന്നിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ചൂട് ഇങ്ങനെ മേൽക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുക, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നുമില്ലല്ലോ, ഒരു ദിവസത്തിലൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ പത്തിരി ചുട്ട് അതിന് ശേഷം ഞാൻ സേമിയ പായസം സേമിയ കാച്ചില്ലേ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക്, അത് ചെയ്തു കേട്ടോ. അങ്ങനെ 2-3 സംഭവങ്ങളെ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒക്കെ ഗ്യാസുമ്മ ഉള്ളിലുമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. അതൊന്നും ഇവിടെ കൊടുന്ന് ചെയ്യാമെന്ന് വെച്ചാൽ എളുപ്പമല്ല. പിന്നെ അതുമാത്രമല്ല, ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ഗ്യാസുമ്മ വെക്കണ പാത്രങ്ങളാട്ടോ. ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കരിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ ഇതൊക്കെ കഴുകി വൃത്തിയാക്കണ്ടേ. ഞാൻ പിന്നെ ഗ്യാസുമ്മ വെക്കണമെങ്കിൽ എന്തായാലും ഇത് കഴുകിയിട്ട് തേച്ചൊരച്ച് വൃത്തിയാക്കണം. അപ്പോൾ എല്ലാ പാത്രത്തിലും കരിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ 2-3 സംഭവങ്ങൾ തന്നെ ചെയ്തോളൂ കേട്ടോ അടുപ്പിൽ. പിന്നെ ചോറ് വെക്കാണ് കേട്ടോ. ഈ ചോറ് വെക്കേണ്ട ആവശ്യമില്ല. പത്തിരി ഉണ്ട്, ബീഫ് കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചോറിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഇത് തീരുന്നില്ല, ഇനിയും വേണം ഇനി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ വെറുതെ ചോറ് വെച്ചതാട്ടോ. കുറച്ചൊരു ഗ്ലാസ് അരി ഇട്ടിട്ട് വെറുതെ ചോറ് വെച്ചതായിരുന്നു കേട്ടോ. ഇനി ഈ ചെമ്പൊക്കെ കഴുകി വൃത്തിയാക്കണം, അത്രയും കരിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയാണ് കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ആഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു വൈബ് അത്രേ ഉള്ളൂ. ഇതൊന്നും നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഇതൊരു വൈബായിട്ട് എടുത്താൽ മതിയിട്ടാണ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.